എവ്രിവൺ, നമ്മുടെ ബറ്റാലിയൻ ബാച്ചിന് വേണ്ടിയിട്ടുള്ള വൊക്കാബുലറി സീരീസിന്റെ ഡേ 2 ആണ് ഇന്ന്. വൊക്കാബ് ബൂസ്റ്റ് ഡേ 2. അപ്പൊ നമ്മൾ ആദ്യത്തെ സെഷനിൽ ലെറ്റർ എ വെച്ചിട്ടുള്ള കുറച്ച് സിനോണിയംസ് പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ലെറ്റർ ബി വെച്ചിട്ടുള്ള കുറച്ച് സിനോണിയംസ് ആണ്. എല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബെനവലന്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം അല്ലെ? കമ്പാഷനേറ്റ്, ബാർബറിക്, അറഗന്റ്, ഗ്ലട്ടനസ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസിൽ നിന്ന് ഇതിന്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ഒരു വേർഡിന്റെ മീനിങ് അറിയണം, ഇത്രയും ഓപ്ഷൻസിന്റെ മീനിങ് അറിയണം അല്ലേ? അപ്പം ബെനവലന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വേർഡാണ്, ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആണ്. കൈൻഡ്നെസ്, ദയുള്ള ആ ഒരു മീനിങ് ആണ് ബെനവലന്റിനുള്ളത്. ഇനി നമുക്കിനി ഓരോ ഓപ്ഷന്റെ മീനിങ് നോക്കാം. ഓപ്ഷൻ എ കമ്പാഷനേറ്റ്. കമ്പാഷനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പോസിറ്റീവ് വേർഡാണ്, വിച്ച് മീൻസ് ഭയങ്കര സിമ്പത്തറ്റിക് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. ആ നമുക്ക് സിമ്പത്തറ്റിക്. അടുത്തത് ബാർബറിക്. ബാർബറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി സാവേജ്ലി ക്രൂവൽ ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, ക്രൂരമായിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ബാർബറിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സാവേജ്ലി ക്രൂവൽ. ഓക്കെ, അടുത്തത് ആരോഗന്റ് ആണ്. ആരോഗന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള, ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള, എന്താ പറയാ, അഹങ്കാരം, ആ ഒരു മീനിങ് ഒക്കെയാണ് ആരോഗന്റിനുള്ളത്. അപ്പൊ നമുക്കിവിടെ പ്രൗഡ് എന്ന് പറയും, പ്രൗഡ്. അതുപോലെ ഓവർ കോൺഫിഡന്റ്. അടുത്തത് ഗ്ലട്ടനസ്. ഗ്ലട്ടനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ, അത്യാഗ്രഹമുള്ള, ഗ്രീഡി ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പം വി ക്യാൻ കോൾ ഇറ്റ് ഗ്രീഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഈ വേർഡിന്റെ മീനിങ് നമുക്കറിയാം, ഈ ഓപ്ഷൻസിന്റെ മീനിങ് അറിയാം അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഏതാ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ കമ്പാഷനേറ്റ്. കമ്പാഷനേറ്റ് ആണ് ബെനവലന്റ് ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വേർഡ് നമ്മൾ പഠിച്ചു ബെനവലന്റ്. അതിന്റെ മീനിങ് എന്താണ്? ദയുള്ള, കൈൻഡ് ആയിട്ടുള്ള, കമ്പാഷനേറ്റ് ആയിട്ടുള്ള, സിമ്പത്തറ്റിക് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ബാഷ്ഫുൾ. ആ വേർഡ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമുക്കിനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഷീപ്പിഷ്, ഓപ്ഷൻ ബി എൻറേജ്, ഓപ്ഷൻ സി അറോഗന്റ്, ഓപ്ഷൻ ഡി സ്പ്രൈറ്റ്ലി. ഓക്കെ, ആദ്യം തന്നെ ബാഷ്ഫുൾ എന്താണെന്ന് നോക്കാം. ബാഷ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എംബറാസ്ഡ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, നാണമുള്ള, കുറച്ച് എന്താ പറയാ, ഒതുങ്ങിയ ആ ഒരു മീനിങ് ആണ് ബാഷ്ഫുളിന് വരുന്നത്. അപ്പൊ നമുക്കിവിടെ embarrassed എന്നിടാം. embarrassed or shy. ഓക്കെ, അടുത്തത് നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഷീപ്പിഷ്. ഷീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ടൊരു ഷീപ്പിഷ് എന്ന് പറയുമ്പോൾ, ഷീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചെമ്മരിയാടാണല്ലേ. ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഷീപ്പിന് നല്ല ഹെയർ ഉണ്ട്, അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഷീപ്പ് ഇരിക്കുന്നത്. അപ്പം ഷീപ്പിഷ് എന്ന് പറയുമ്പം എന്താ പറയാ, ഭയങ്കര ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ, ഭയങ്കര ഷൈ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ഷീപ്പിഷിനുള്ളത്. അപ്പൊ ഷീപ്പിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ, ഷൈ. അടുത്തത് എൻറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്രി, ദേഷ്യത്തിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു വേർഡാണ്. അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള ദേഷ്യം ഡിനോട്ട് ചെയ്യുന്ന വേർഡാണ് എൻറേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മീനിങ് ആംഗ്രി. ഓക്കെ, അടുത്തത് അറഗന്റ് നമ്മൾ നേരത്തെ കേട്ടാണല്ലേ, എന്താണ്? ഭയങ്കര അഹങ്കാരമുള്ള, പ്രൗഡ് ആയിട്ടുള്ള, അഭിമാനമുള്ള, അതും പറയാം പ്രൗഡ്. അടുത്തത് സ്പ്രൈറ്റ്ലി. നമ്മളൊരു എനർജി ഡ്രിങ്ക് ഉണ്ടല്ലേ, സ്പ്രൈറ്റ്. അപ്പൊ സ്പ്രൈറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജറ്റിക് ആയിട്ടുള്ള എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഡിനോട്ട് ചെയ്യുന്ന വേർഡാണ് സ്പ്രൈറ്റ്ലി. അപ്പം എനർജറ്റിക്. അപ്പം ബാഷ്ഫുളിന്റെ മീനിങ് എന്താ?
സിനോണിയം ഏതാണ് ഓപ്ഷൻ സി എന്ന് നമുക്ക് മനസ്സിലായത്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാ? ഷീപ്പിഷ്. അപ്പൊ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്, ഷീപ്പിഷ്. ഓക്കെ, അപ്പൊ ബാഷ്ഫുൾ, ഷീപ്പിഷ് ഇത് രണ്ടും ഒരേ മീനിങ് വരുന്ന രണ്ട് വേർഡ്സ് ആണ്, വിച്ച് മീൻസ് അത് സിനോണിയം ആണ്. ബാഷ്ഫുളിന്റെ സിനോണിയം ആണ് ഷീപ്പിഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ബോൾഡ്. ബോൾഡ് എല്ലാവർക്കും അറിയാം, എന്താ പറയാ, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നില്ലേ, എന്താണ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ബോൾഡിന് നമുക്ക് സ്ട്രോങ് എന്ന് പറയാം, സ്ട്രോങ്. ഓക്കെ, അടുത്തത് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹാങ് ഡോഗ്, ഓപ്ഷൻ ബി ഒഡേഷ്യസ്, ഓപ്ഷൻ സി ഫ്രെയിൽ, ഓപ്ഷൻ ഡി ട്രാൻക്വൽ. അപ്പം ഓപ്ഷൻ എ ഹാങ് ഡോഗ്. ഹാങ് ഡോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ആ ഒരു ഗിൽറ്റി ഫീലില് ചമ്മുക, എംബറാസ്ഡ് ആവുക, ആ ഒരു കാര്യം കൊണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ മാറി നിൽക്കുക, ഷൈ ആവുക, ആ ഒരു മീനിങ് ആണ് ഹാങ് ഡോഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ വേണമെങ്കിൽ എംബറാസ്ഡ് എന്ന് ഇടാം, എംബറാസ്ഡ്, എംബറാസ്ഡ്. അടുത്തത് ഒഡേഷ്യസ്. ഒഡേഷ്യസ്, ലുക്ക് അറ്റ് ഹിസ് ഒഡാസിറ്റി എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ഒഡേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ് എന്ന് പറയുന്നത്? അപ്പം ഒഡേഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര, ലുക്ക് അറ്റ് ഹിസ് ഒഡാസിറ്റി എന്ന് പറയത്തില്ലേ, ഭയങ്കര ധൈര്യമുള്ള, ബ്രേവ് ആയിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ഒഡേഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കറേജിയസ് അല്ലെങ്കിൽ ബ്രേവ്. അടുത്തത് ഫ്രെയിൽ. ഫ്രെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വീക്ക് ആയിട്ടുള്ള, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്, ഭയങ്കര ബലമില്ലാത്ത ആ ഒരു മീനിങ്ങിലാണ് ഫ്രെയിൽ എന്ന് പറയാ. അപ്പം വീക്ക് അല്ലേ. അടുത്തത് ട്രാൻക്വിൽ. ട്രാൻക്വിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാം ആയിട്ടുള്ള, സൈലന്റ് ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, സൗണ്ട് ഒന്നുമില്ലാതെ പീസ്ഫുൾ ആയിട്ടുള്ള, അതാണ് ട്രാൻക്വിൽ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻക്വിലിന് നമുക്ക് കാം എന്ന് പറയാം, കാം, പീസ്ഫുൾ, അതൊക്കെ ആണ് ട്രാൻക്വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് വിഗ്വൽ ആണ്. അപ്പൊ അതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ട്രയം, ഓപ്ഷൻ ബി ഡിബാക്കിൾ, ഓപ്ഷൻ സി എൻചാന്റിങ്, ഓപ്ഷൻ ഡി ബാനിഷ്. വിഗ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോഡൽ ഈസ് സോ ബിഗ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്, വശ്യമായ എന്ന് പറയൂലേ. അപ്പം ഇതിനെ നമുക്ക് ഓക്കെ ക്യാപ്റ്റിവേറ്റിംഗ് എന്ന് പറയാം, ക്യാപ്റ്റിവേറ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ട്രയം. ട്രയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്രയം മീൻസ് വിക്ടറി, വിജയം, സക്സസ്, അതൊക്കെയാണ് ട്രയംപിന്റെ മീനിങ്. അപ്പൊ ഇവിടെ വിക്ടറി, വിക്ടറി. അടുത്തത് ഡിബാക്കിൾ. ഇപ്പൊ ഡിബാക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന സഡൻ ആയിട്ടുള്ള ഫെയിലുവർ, തോൽവി, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ലോസ്, ഇതൊക്കെയാണ് ഡിബാക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫെയിലുവർ എന്നിടാം, ഫെയിലുവർ. ഓക്കെ, അടുത്തത് എൻചാന്റിങ്. എൻചാന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന, വശ്യമായിട്ടുള്ള ആ ഒരു മീനിങ് ആണ് എൻചാന്റിങ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അട്രാക്ടിങ് എന്ന് പറയാം, അട്രാക്ടിങ്, അട്രാക്ടിങ്. ഓക്കെ, അടുത്തത് ബാനിഷ്. ബാനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട് കടത്തുക എന്നുള്ളൊരു മീനിങ് ആണ്. ഒരാളെ ഒരു സ്ഥലത്തുനിന്ന്, അല്ലെങ്കിൽ പണ്ടൊക്കെ ഒരു രാജ്യത്ത് നിന്ന് നാട് കടത്തുക എന്ന് പറയുന്നത്, അതാണ് ബാനിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്താക്കുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എക്സൈൽ എന്ന് പറയാം, എക്സൈൽ, എക്സൈൽ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ബിഗ്വലിന്റെ ആൻസർ ഏതാണ്, അതിന്റെ സിനോണിയം ഏതാണ്? അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലെ, എൻചാന്റിങ് ആണ്. അപ്പൊ ഇതിന് രണ്ടിനും സെയിം മീനിങ് ആണ് വരുന്നത്. ബിഗ്വലിന്റെ സിനോണിയം ആണ് എൻചാന്റിങ്, അതുപോലെ ക്യാപ്റ്റിവേറ്റിംഗ്, അട്രാക്ടിങ്, ഇതെല്ലാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ബ്രൂട്ടൽ. ബ്രൂട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള, ഭയങ്കര ക്രൂരമായിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പം ബ്രൂട്ടൽ, ക്രൂവൽ. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഓരോ ഓപ്ഷൻസും നോക്കാം. ഫോബിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷമയുള്ള, എല്ലാം ക്ഷമിക്കുന്ന, പേഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഫോബിയറിങ് നമുക്ക് പേഷ്യൻസ് എന്ന് പറയാം, പേഷ്യൻസ്, പേഷ്യൻസ്. ഓക്കെ, അടുത്തത് എംപത്തറ്റിക്. എംപത്തറ്റിക് എന്ന് വെച്ചാൽ എന്താ,
ഒരാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, അവരോടൊരു എന്താ പറയാ ഒരു കൈൻഡ് ഫീലിംഗ് തോന്നുക, അവരെ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് എംപത്തറ്റിക് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ കൈൻഡ് എന്ന് തന്നെ പറയാം, കൈൻഡ്. അടുത്തത് വിക്കഡ്. വിക്കഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, അതൊരു നെഗറ്റീവ് വേർഡ് ആണല്ലേ, ഭയങ്കര എന്താ പറയാ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ആ ഒരു മീനിങ് ആണ് വിക്കഡ് എന്ന് പറയുന്നത്. അപ്പൊ വിക്കഡിനെ നമുക്ക് എന്താ പറയാ ഒരു നെഗറ്റീവ് വേർഡ് ആണ്, അപ്പം ക്രൂവൽ എന്നൊക്കെ പറയാം. അടുത്തത് കോർട്ടിയസ്. കോർട്ടിയസ് എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര മര്യാദയുള്ള, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പം എന്താ പറയാ റെസ്പെക്ട്ഫുൾ എന്ന് പറയാം, റെസ്പെക്ട്ഫുൾ. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സിന്റെ നമുക്ക് ബ്രൂട്ടൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നമുക്കറിയാം, ഈ ഓപ്ഷൻസിന്റെ മീനിങ് നമുക്കറിയാം അല്ലേ. അപ്പം ഇവിടുന്ന് ബ്രൂട്ടലിന്റെ സിനോണിയം ഏതാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, വിക്കഡ് ആണല്ലേ, വിക്കഡ്. അപ്പൊ അതാണ് ബ്രൂട്ടലിന്റെ ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ബ്ലാറ്റന്റ് ആണ്. പിന്നെ അതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അപ്രോപ്രിയേറ്റ്, ഓപ്ഷൻ ബി ഡിസ്ഗ്യൂസ്ഡ്, ഓപ്ഷൻ സി ഓവേർട്ട്, ഓപ്ഷൻ ഡി കോൺഷ്യസ്. അപ്പം ബ്ലാറ്റന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റിൽ വരുന്ന ഒരു വേർഡാണ്, നെഗറ്റീവ് മീനിങ് ആണ്. അപ്പം ഭയങ്കര ഓപ്പൺ ആവുക, ഒരു എന്താ പറയാ ഒരു ഷെയിമും ഇല്ലാതെ, ഒരു നാണവും വിചാരിക്കാതെ, തെറ്റാണെങ്കിൽ കൂടി അത് ഓപ്പൺ ആയിട്ട് കാണിക്കുക, ആ ഒരു മീനിങ് ആണ് ബ്ലാറ്റന്റ് എന്ന് പറയുന്നത്. നമുക്കതിനെ എന്താ പറയാ ഓപ്പൺ, അതുപോലെ എന്താ പറയാ അൺകവേർഡ് എന്നൊക്കെ പറയാം, അൺകവേർഡ് അല്ലെങ്കിൽ അൺകൺസീൽഡ് എന്നൊക്കെ പറയാം, അൺകൺസീൽഡ് എന്നൊക്കെ പറയാം. അടുത്ത ഇനി ഓപ്ഷൻസ്. അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ എന്താ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അപ്പൊ നമുക്ക് റൈറ്റ് എന്ന് പറയാം, റൈറ്റ്. അടുത്തത് ഡിസ്ഗ്യൂസ്ഡ്. ഡിസ്ഗ്യൂസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഷപ്രച്ഛന്നമായ അല്ലെങ്കിൽ വേറൊന്നായിട്ട് മാറി പ്രിറ്റൻഡ് ചെയ്ത് വരിക, ഒരു മീനിങ് ആണ്. മെയിൻലി ഡ്രസ്സും അതുപോലെ അപ്പിയറൻസും ഒക്കെ മാറ്റി വരുന്നതിനാണ് ഡിസ്ഗ്യൂസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാം, പ്രിറ്റൻഡിങ് എന്ന് പറയാം, പ്രിറ്റൻഡിങ്. അത് അതിന്റെ സിനോണിയം ആണ് കേട്ടോ. അടുത്തത് ഓവേർട്ട്. ഓവേർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള, എന്താ പറയാ ഒരു മറയും ഒന്നുമില്ലാതെ ഭയങ്കര ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു മീനിങ് ആണ് ഓവേർട്ടിന്. അപ്പൊ നമുക്ക് ഇതിനെ ഓപ്പൺ എന്ന് പറയാം. അടുത്തത് കോൺഷ്യസ്. കോൺഷ്യസ് എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള, ഭയങ്കര ബോധത്തോടെയുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ നമുക്ക് കോൺഷ്യസിനെ കെയർഫുൾ എന്ന് പറയാം, കെയർഫുൾ. അപ്പൊ ഇതിൽ നിന്ന് ബ്ലാറ്റന്റിന്റെ മീനിങ് ഏതാണ്, സിനോണിയം ഏതാണ്? ബ്ലാറ്റന്റെ സിനോണിയം ഇതിൽ നിന്ന് ഓവേർട്ട് ആണ് അല്ലേ, ഓവേർട്ട് ആണ് ഒരു സിമിലർ മീനിങ് വരുന്നത്. അപ്പൊ ബ്ലാറ്റന്റിന്റെ സിനോണിയം ഇവിടെ ഓവേർട്ട് ആണ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള വേർഡ്സിന്റെയും സിനോണിയം പഠിച്ചു. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓവേർട്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് വന്ന് ബീട്രേ. ബീട്രേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഒരു നെഗറ്റീവ് വേർഡ് ആണ് അല്ലേ, ചതിക്കുക, വഞ്ചിക്കുക, ആ ഒരു മീനിങ് ആണ് ബീട്രേ. അപ്പൊ നമുക്ക് ഇതിനെ ചീറ്റ് എന്ന് പറയാം, ചീറ്റ്. ഓക്കെ, ഇനി അതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ. അപ്പൊ സക്കോന്റെ മീനിങ് എന്താന്ന് നോക്കാം. സക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കഷ്ടകാലം വരുമ്പോ കൂടെ നിൽക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ സക്കോ മീൻസ് സപ്പോർട്ട്, സപ്പോർട്ട്. അടുത്തത് ട്രൂ ബ്ലൂ. ട്രൂ ബ്ലൂ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ലോയൽ ആയിട്ടുള്ള, ട്രൂ ആയിട്ട് ജെന്യുവൻ ആയിട്ട് നിൽക്കുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ലോയൽ എന്ന് കാണിക്കാനാണ് പറയുന്നത് ട്രൂ ബ്ലൂ എന്ന്. അപ്പൊ ലോയൽ. അടുത്തത് ഡിസീവ്. ഡിസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള, എന്താ പറയാ ചീറ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഡിസീവിന്റെ മീനിങ് എന്ന് പറയുന്നത് ചീറ്റ് ആണ്, ചീറ്റ്. അടുത്തത് സിവിലിറ്റി. സിവിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കോർട്ടിയസ് ആയിട്ടുള്ള, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. സിവിലിറ്റി മീൻസ് കോർട്ടിയസ്, കോർട്ടിയസ്. അപ്പൊ ഇവിടെ ബീട്രയുടെ സിനോണിയം ഏതാ? ബീട്രയുടെ സിനോണിയം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഡിസീവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. അടുത്തത് ബ്ലണ്ട്. ബ്ലണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്ലണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ അത്ര പെർഫെക്റ്റ് അല്ലാത്ത, ഇംപെർഫെക്ഷൻസ് ഉള്ള, പോളിഷ്ഡ് അല്ലാത്ത ആ ഒരു മീനിങ് ആണ്. അപ്പൊ നമുക്ക് ബ്ലണ്ടിനെ അൺപോളിഷ്ഡ് എന്ന് പറയാം, അൺപോളിഷ്ഡ് അല്ലെങ്കിൽ ഡൾ ആയിട്ടുള്ള,
ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്രിസൈസ്, ഓപ്ഷൻ ബി വെയറിസം, ഓപ്ഷൻ സി സ്മൂത്ത്, ഓപ്ഷൻ ഡി ഇറിയൂഡേറ്റ്. അപ്പം പ്രിസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നേരിയ ആക്യുറേറ്റ് ആയിട്ടുള്ള എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിലിങ്ങും ചെയ്തിട്ടുള്ള. അപ്പൊ നമുക്ക് പ്രിസൈസിനെ ആക്യുറേറ്റ്, ഡീറ്റെയിൽഡ് എന്നൊക്കെ പറയാം. അടുത്തത് വിയറിസം. വിയറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ച് വിയർ ആൻഡ് ടിയർ എന്ന് പറയത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്ഷൻസ് ഉള്ള ആ ഒരു മീനിങ് ആണ്. നമുക്ക് ഇംപെർഫെക്റ്റ് എന്ന് പറയാം. അടുത്തത് സ്മൂത്ത്. സ്മൂത്ത് നമുക്കറിയാലോ, ഭയങ്കര എന്താ പറയാ, എല്ലാം സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ഫ്ലോയിൽ പോകുന്ന ആ ഒരു മീനിങ് ആണ് സ്മൂത്ത് എന്ന് പറയുന്നത്. അടുത്ത എറുഡൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നോളജ് ഉള്ള, ഹാവിങ് എ ഗ്രേറ്റ് നോളജ്, ആ ഒരു മീനിങ് ആണ് എറുഡൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എറുഡൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാവിങ് എ ഗ്രേറ്റ് നോളജ്, ഒരുപാട് നോളജ് ഉള്ള ആ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ബ്ലണ്ടിന്റെ സിനോണിയം ഏതായിരിക്കും? ഓപ്ഷൻ ബി വിയറിസം ആണ് അല്ലേ. അപ്പൊ ഇതേ സെയിം മീനിങ് വരുന്ന വേർഡ് ആണ്, അതിന്റെ സിനോണിയം ആണ് വിയറിസം എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വിയറിസം ആണ് അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് ബോസ്റ്റ്. ബോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ, സ്വന്തമായിട്ട് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, പൊങ്ങച്ചം പറയുക, സെൽഫ് പ്രൈസ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ബോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സെൽഫ് പ്രൈസിങ് അല്ലേ. ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡീഗ്രേഡ്, ഓപ്ഷൻ ബി ബ്രാഗ്, ഓപ്ഷൻ സി കൺസീൽ, ഓപ്ഷൻ ഡി ബിലിറ്റ്. അപ്പം ഡീഗ്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു നെഗറ്റീവ് വേർഡ് ആണല്ലേ. ഡീഗ്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, എന്തിനെങ്കിലും താഴ്ത്തി പറയുക അല്ലെങ്കിൽ വെർത്ത്ലെസ് ആയിട്ട് കാണുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഡീഗ്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർത്ത്ലെസ്, ആ ഒരു മീനിങ് ആണ്, വെർത്ത്ലെസ് അല്ലേ. അടുത്തതായിട്ട് ഓപ്ഷൻ ബി ബ്രാഗ്. ബ്രാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തെ കുറിച്ച് മാത്രം എപ്പോഴും സംസാരിക്കുക, ഭയങ്കര സ്വന്തം സക്സസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുക, അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക, ആ ഒരു മീനിങ് ആണ് ബ്രാഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു പ്രൗഡ് എന്ന് പറയാം, പ്രൗഡ്. അതുപോലെ സെൽഫ് എസ്റ്റീം, അതൊക്കെ പറയാം. ഓക്കെ, അടുത്തത് കൺസീൽ. കൺസീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീലർ ഒക്കെ ഇല്ലേ, കൺസീൽ എന്ന് വെച്ചാൽ എന്താ, ഹൈഡ് ചെയ്യുക, മറയ്ക്കുക, ആ ഒരു മീനിങ് ആണ് കൺസീൽ, ടു ഹൈഡ്. അടുത്തത് ബി ലിറ്റിൽ. എന്തെങ്കിലും ഒരു കാര്യത്തെ അൺഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക, ഇമ്പോർട്ടന്റ് അല്ലാതാക്കി, അത് ഒട്ടും വാല്യൂ ഇല്ലാത്തതാണ് അങ്ങനെ കാണുക. അപ്പം ബി ലിറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അൺഇമ്പോർട്ടന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം ഇവിടെ ബോസ്റ്റിന്റെ സിനോണിയം ഏതായിരിക്കും? ഇറ്റ്സ് ഓപ്ഷൻ ബി ബ്രാഗ്. ഇതാണ് ബോസ്റ്റിന്റെ സിനോണിയം അല്ലേ. അപ്പൊ ഇവിടെ ബോസ്റ്റിന്റെ സിനോണിയം ആണ് ഓപ്ഷൻ ബി ബ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ബിവൈൽഡ്. ബിവൈൽഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആശയക്കുഴപ്പത്തിലാകുക, ഭയങ്കര എന്താ പറയാ, കൺഫ്യൂസ്ഡ് ആകുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ബിവൈൽഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസ്. ഓക്കെ, അടുത്തത് ഓപ്ഷൻ എ ബാഫിൽ. ബാഫിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടാതെ, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ നമുക്ക് കൺഫ്യൂസ്ഡ് എന്ന് പറയാം, കൺഫ്യൂസ്ഡ്. അടുത്തത് അക്നോളജ്. അക്നോളജ് എന്ന് പറഞ്ഞാൽ എന്താ, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക, ആ ഒരു മീനിങ് ആണ്, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അടുത്തത് ഇന്ററോഗേറ്റ്. ഇന്ററോഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുക, ചോദ്യം ചോദിക്കുക, ആ ഒരു മീനിങ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇന്ററോഗേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക, ടു ക്വസ്റ്റ്യൻ, ആ ഒരു മീനിങ് ആണ്. അടുത്തത് അപ്രൈസ്. അപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഇൻഫോം ചെയ്യുക, അറിയിക്കുക, ആ ഒരു മീനിങ് ആണ്, ടു ഗെറ്റ് സംവൺ നോ. അപ്പൊ ഇവിടെ ഇൻഫോം എന്ന് പറയാം, ഇൻഫോം. അപ്പം ബിവൈൽഡറിന്റെ സിനോണിയം ഇവിടെ ഏതാ?
ഓഫ് കോഴ്സ് ഇറ്റ്സ് ഓപ്ഷൻ എ ബാഫിൾ. ബാഫിൾ ആണ് ബിവൈൽഡറിന്റെ സിനോണിയം എന്ന് പറയുന്നത്. രണ്ടിന്റെ മീനിങ് എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ട് ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ബാരൻ. ബാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാരൻ ലാൻഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു യൂസും ഇല്ലാത്ത ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിലാണ് ബാരൻ എന്ന് പറയുന്നത്. നമ്മളതിനെ ഇൻഫെർട്ടൈൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു യൂസും ഇല്ലാത്ത ആ ഒരു മീനിങ് പറയാം. അടുത്തത് ഓപ്ഷൻ എ ഡിസലേറ്റ്. ഡിസലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, അതും ഒരു യൂസ് ഇല്ലാത്ത ആ ഒരു മീനിങ്ങിലാണ് ഡിസലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ അൺപ്രൊഡക്റ്റീവ് എന്നൊക്കെ പറയാം. അടുത്തത് ഡെലിക്കേറ്റ്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭയങ്കര നേരിയ, സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. സോഫ്റ്റ്, ടെൻഡർ, ഇതൊക്കെയാണ് ഡെലിക്കേറ്റിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. അടുത്ത പ്രൊഡക്റ്റീവ്. പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അത് തന്നെ യൂസ്ഫുൾ. അടുത്തത് സൊലൈസ്. സൊലൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള, എന്തെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കംഫർട്ട് കണ്ടെത്തുക, ആ ഒരു മീനിങ് ആണ് സൊലൈസ്. സൊലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് എന്ന് പറയാം. കംഫർട്ട്. അപ്പൊ ഇവിടെ ബാരന്റെ സിനോണിയം എന്ന് പറയുന്നത് ഏതായിരിക്കും, ഡിസലേറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് രണ്ടുമാണ് സെയിം മീനിങ് വരുന്നത്, ഇൻഫെർട്ടൈൽ ആൻഡ് പ്രൊഡക്റ്റീവ് എന്നൊക്കെ പറയാം. അപ്പൊ ബാരനിന്റെ സിനോണിയമാണ് ഡിസലേറ്റ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ബാനിഷ്. ബാനിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നാട് കടത്തുക അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കുക, ആ ഒരു മീനിങ് ആണ് ബാനിഷ് എന്ന് പറയുന്നത്. ബാനിഷിന്റെ അടുത്തത് ബാനിഷിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, അബാൻഡൻ, ആ ഒരു മീനിങ് ഒക്കെയാണ് ബാനിഷിന്റെ. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കംഫൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഒരു എന്താ പറയാ, ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റാത്ത, ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. കൺഫ്യൂസ്ഡ് ആ ഒരു മീനിങ് ആണ് കംഫൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എക്സൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്താക്കുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് എക്സൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പുറത്താക്കുക, അബാൻഡൻ ചെയ്യുക, ആ ഒരു സെയിം മീനിങ് ആണ്. അടുത്തത് സമ്മൺ. സമ്മൺ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് കൂടുക, സമ്മൺ ചെയ്യുക, വിളിക്കുക, കോൾ. ടു കോൾ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ടു കോൾ, സമ്മൺ. അടുത്തത് കമൻസ്. കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു സ്റ്റാർട്ട്. അപ്പൊ ഇവിടെ ബാനിഷിന്റെ മീനിങ്, ഇവിടെ സിനോണിയം ഏതാണ്, ബാനിഷിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എക്സൈൽ ആണ്. ഇതാണ് ബാനിഷിന്റെ സിനോണിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി എക്സൈൽ. രണ്ടിന്റെയും മീനിങ് അബാൻഡൻ, എക്സൈൽ, അങ്ങനെ അതാണ്. അടുത്തത് ബെക്കോൺ. ബെക്കോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഭയങ്കര, നമ്മൾ എന്തെങ്കിലും ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ ആക്ഷൻ കാണിച്ചിട്ട് നമ്മൾ മിണ്ടാതെ ഇങ്ങനെ കൈ കൊണ്ട് വരിക എന്ന് കാണിക്കൂല, ആ ഒരു ഗെസ്റ്ററിനെയാണ് ബെക്കോൺ എന്ന് പറയുന്നത്. അപ്പൊ ടു കോൾ. ടു കോൾ ആണ് വിത്ത് ഗെസ്റ്റർ. നമ്മൾ വാക്കുകൊണ്ട് ഒരാളെ വിളിക്കുമല്ല, വാ എന്ന് വിളിക്കുമല്ല, അതൊരു ഗെസ്റ്റർ വെച്ചൊരു കൈ കൊണ്ട് കാണിക്കുകയാണ്. ആ ഒരു മീനിങ്ങിലാണ് ബിക്കോൺ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഗെസ്റ്റിക്കുലേറ്റ്, ഓപ്ഷൻ ബി നെഗ്ലെക്ട്, ഓപ്ഷൻ സി ത്രെറ്റൻ, ഓപ്ഷൻ ഡി ഫോർസൈറ്റ്. അപ്പൊ ഗെസ്റ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഷോ എ ഗെസ്റ്റർ എന്നാണ്. ടു ഷോ എ ഗെസ്റ്റർ. ടു ഷോ എ ജെസ്റ്റർ. അതുപോലെ തന്നെ എന്താ പറയാ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ജെസ്റ്റർ എന്നൊക്കെ പറയാം. അടുത്തത് ഓപ്ഷൻ ബി നെഗ്ലെക്ട്. നെഗ്ലെക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അവോയ്ഡ്, ഇതൊക്കെയാണ് നെഗ്ലെക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് ത്രെറ്റൻ. ത്രെറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആരെങ്കിലും ഭീഷണിപ്പെടുത്തുക എന്നുള്ള മീനിങ് ആണ് ത്രെറ്റൻ. അടുത്തത് ഫോർസൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി കാണുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ നമുക്ക് ഫോർസൈറ്റ്നെസ്സിനെ വൈസ് എന്നൊക്കെ പറയാം. അപ്പം ഫോർസി, അതൊക്കെയാണ്, ഫോർസി ആണ് ഫോർസൈറ്റ്. അതുപോലെ എന്താ പറയാ, വൈസ്, ആ ഒരു മീനിങ്ങിലൊക്കെ പറയാം. അപ്പൊ ഇവിടെ ബിക്കോണിന്റെ സിനോണിയം ഏതാണ്, ബിക്കോൺ എന്ന് പറഞ്ഞാൽ ടു കോൾ വിത്ത് ജെസ്റ്റർ ആണ്. അപ്പം ജെസ്റ്റിക്കുലേറ്റ് ആണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ഗെസ്റ്റിക്കുലേറ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം.
അടുത്ത വേർഡ് എന്ന് പറഞ്ഞത് ബിസാർ ആണ്. ബിസാർ. ബിസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, എന്നും നോർമലി നടക്കാത്ത, സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ബിസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കിവിടെ സ്ട്രേഞ്ച്, ആ ഒരു മീനിങ് ആണ് ബിസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നോർമലി നടക്കുന്ന കാര്യമല്ല, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് അങ്ങനെയൊന്നും നടക്കാത്ത, ഭയങ്കര റയർ ആയിട്ട് സംഭവിക്കുന്ന അങ്ങനത്തെ ഒരു വിചിത്രമായിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ബിസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹാബിച്വൽ, ഓപ്ഷൻ ബി പെക്യൂലിയർ, ഓപ്ഷൻ സി ക്വാട്ടിഡിയൻ, ഓപ്ഷൻ ഡി പ്രിവൈൽ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഓപ്ഷന്റെയും മീനിങ് നോക്കാം. ഹാബിച്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെഗുലർ ആയിട്ടുള്ള, നമ്മുടെ റൊട്ടീന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള, റെഗുലർ ആയിട്ടുള്ള, എന്നും നമ്മൾ ചെയ്യുന്ന ആ ഒരു മീനിങ് ആണ് ഹാബിച്വൽ എന്ന് പറയുന്നത്. അടുത്തത് പെക്യൂലിയർ. പെക്യൂലിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളത്, ഡിഫറെന്റ് ആയിട്ടുള്ളത്, ആ ഒരു മീനിങ് ആണ് പെക്യൂലിയർ എന്ന് പറയുന്നത്. അടുത്തത് ക്വാട്ടിഡിയൻ. ക്വാട്ടിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓർഡിനറി ആയിട്ടുള്ളത്, ഒരു ഡെയിലി ബേസിസിൽ ചെയ്യുന്നത്, ഓർഡിനറി ആയിട്ടുള്ളത്, ആ ഒരു മീനിങ് ആണ്. അടുത്തത് പ്രിവൈൽ. പ്രിവൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രിവൈൽ ചെയ്യുന്ന, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, ഓൾറെഡി ഉള്ള ആ ഒരു മീനിങ് ആണ് പ്രിവൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സിസ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും വേർഡ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഒരു വേർഡ് മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ആയിട്ടുള്ളത്, ഡിഫറെന്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏതാണ്ട് സെയിം മീനിങ് വരുന്നതാ. ഹാബിച്വൽ ആണെങ്കിലും ക്വാട്ടിഡിയൻ ആണെങ്കിലും പ്രിവൈൽ ആണെങ്കിലും എല്ലാം റെഗുലർ ആയിട്ടുള്ള, ഓർഡിനറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ സംഭവിക്കുന്ന ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബിസാറിന്റെ മീനിങ് എന്ന് പറയുന്നത്, സിനോണിം എന്ന് പറയുന്നത് പെക്യൂലിയർ ആണ്. അപ്പൊ പെക്യൂലിയർ ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ ബിസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രേഞ്ച് ആണ്, പെക്യൂലിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചൊരു പുതിയ വേർഡ് ആണല്ലേ ബിസാർ എന്ന് പറയുന്നത്. അടുത്തത് ഓക്കെ, അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് വേർഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും വേർഡ്സ് പഠിച്ചു ബി വെച്ചിട്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ചധികം വേർഡ്സും കൂടെ നമ്മൾ ഓപ്ഷൻസിൽ നിന്നൊക്കെ ഡിസ്കസ് ചെയ്തു. കുറച്ചധികം വേർഡ്സും കൂടെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത സെഷനിൽ നമ്മൾ ലെറ്റർ സി ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.